नित्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. 15-ാമത്തെ അധ്യായം. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 15-ാമത്തെ അധ്യായം, പുരുഷോത്തമ യോഗം. ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ തന്നെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അധ്യായത്തിന്റെ പ്രത്യേകത, ഈ അധ്യായം വേദത്തിന്റെ മുഴുവൻ സാരമാണ്. വേദം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജ്ഞാനമാണോ ലഭിക്കുന്നത് അതിന്റെ ഒരു രത്ന ചുരുക്കം ഭഗവാൻ ഈ അധ്യായത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ വേദങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്തെ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് മനസ്സിലാക്കും എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നത്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്ത്വം വേദ സ വേദവിദ്. വേദം ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ മുഴുവൻ ഭൗതിക ലോകത്തെ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഈ വൃക്ഷത്തിൽ തന്നെ താമസം തുടരുകയല്ല വേണ്ടത്. ഈ വൃക്ഷത്തിൽ നിന്നും, ഭൗതിക വൃക്ഷത്തിൽ നിന്നും അസംഗശസ്ത്രേണ ദൃഢേന ചിക്കുക. ഈ ഭൗതിക ലോകം താൽക്കാലികമാണ്, ദുഃഖപൂർണമാണ്, എനിക്ക് യഥാർത്ഥ സുഖം ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി വിരക്തിയാകുന്ന അസ്ത്രം കൊണ്ട്, വിരക്തിയാകുന്ന ആയുധം കൊണ്ട് ഈ വൃക്ഷത്തെ ഛേദിക്കണം. ഈ വൃക്ഷത്തിന്റെ പുറത്തു കടക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ തന്നെ താമസിക്കാനല്ല, ഇവിടെ നിന്ന് പുറത്തു കടക്കാനാണ് പറയുന്നത്. പുറത്തു കടന്ന് ഭഗവാനിൽ അലിഞ്ഞു ചേരാനുമല്ല പറയുന്നത്. പുറത്തു കടന്നാലും ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നില്ല. പുറത്തു കടന്നാൽ എവിടെ എത്തും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയ. എവിടെ എത്തിയാ തിരിച്ചു വരവില്ലാത്തയോ, എവിടെ എത്തിയാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ലേ, ആ ലോകത്തിലേക്ക് പോകണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് പരമമായിട്ടുള്ള ലോകമാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തതപദം തത് പരിമാർഗിതജ്ഞം 4-ാമത്തെ ശ്ലോകത്തിൽ പറയും. യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയ. എവിടെ എത്തിയാൽ തിരിച്ചു വരേണ്ടാത്ത സ്ഥലമുണ്ടോ അവിടേക്കാണ് പോകേണ്ടത്. അത് പരമമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകാനുള്ള യോഗ്യതയും 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർമ്മാനമോഹ ചിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ ഗച്ഛന്തി അമൂഢ പദമവ്യയമുള്ളത്. മാനമോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, ഈ ലോകത്തിൽ തന്നെ സുഖിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു വന്നവർക്ക്, ഗച്ഛന്തി അമൂഢ, യഥാർത്ഥ ജ്ഞാനം, ഈ ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയവർക്കാണ് തിരിച്ച് ഭഗവാനിടത്തേക്ക് പോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആത്മീയ ലോകത്തിന്റെ പ്രത്യേകതകൾ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ന തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആത്മീയ ലോകം ഭൗതിക ലോകത്തിന്റെ നേരെ വിപരീതമാണ്. ആത്മീയ ലോകം പ്രകാശം നിറഞ്ഞതാണ്. അവിടെ പ്രകാശം പരത്തുന്നതിന് വേണ്ടി സൂര്യചന്ദ്രന്മാരുടെയോ അഗ്നിയുടെയോ മറ്റേതെങ്കിലും പ്രകാശത്തിന്റെയോ സഹായം ആവശ്യമില്ല. അവിടെ സ്വാഭാവികമായിട്ട് പ്രകാശമുള്ള സ്ഥലമാണ്. ഭൗതിക ലോകം ഇരുട്ട് നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ പ്രകാശം ലഭിക്കുന്നതിന് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ് ആവശ്യമായിട്ട് വരുന്നത്.
സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ, അഗ്നി, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ ഏതെങ്കിലും പ്രകാശത്തിന്റെ സ്രോതസ് ആവശ്യമാണ് ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ. കാരണം ഇവിടെ സ്വാഭാവികമായിട്ടുള്ളത് ഇരുട്ടാണ്. ഇരുട്ട് നിറഞ്ഞ ലോകമാണ് ഭൗതിക ലോകം. ആത്മീയലോകം പ്രകാശം നിറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ആരും നമ്മളെ അവിടെ നിന്ന് പുറത്താക്കുകയില്ല. നിവർത്തത്തെ തദ്ധാമ പരമമ. ഭഗവാന്റെ ധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആരും ഒരു ജീവനെ പുറത്തേക്ക് കളയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ജീവൻ ഭഗവാന്റെ അംശമാണ്. ഓരോ ജീവനും ഓരോ വ്യക്തികളാണ്. അത് ഭഗവാന്റെ അംശമാണ്. ഭഗവാനോട് പ്രത്യേകം ബന്ധമുള്ളവരാണ്. ഭഗവാനിൽ നിന്ന് വേറിട്ടിരിക്കേണ്ടവരെല്ലാം ഭഗവാനോട് പ്രത്യേകം ബന്ധമുള്ളവരാണ്. ഭഗവാന്റെ ബന്ധുക്കളാണ് എല്ലാ ജീവാത്മാക്കളും. ഭഗവാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനം. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കും. ആ ബന്ധത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എല്ലാ കാലത്തും ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമായിട്ട് തന്നെ ഇരിക്കും, സനാതന എന്ന് പറഞ്ഞു. പക്ഷെ അവരിപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? മനഃഷ്ഠാണി ഇന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. മനസ്സ് ഈ ഭൗതിക ലോകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് കൊണ്ട് ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിലേക്ക് ആ ജീവൻ വന്നു. ഈ ഭൗതിക പ്രകൃതിയിൽ വന്നതുകൊണ്ട് അത് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. പ്രകൃതി സ്ഥാനി കർഷതി. പ്രകൃതി അതിനെ പല രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങൾ ഈ ഭൗതിക പ്രകൃതിയിൽ ജീവന് അനുഭവിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജീവൻ നിൽക്കുന്നത്. അത് ആ ജീവന്റെ യഥാർത്ഥ അവസ്ഥയല്ല, ഇവിടെ ദുഃഖമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് ചെല്ലാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വായിക്കാനുള്ളത് 8ാമത്തെ ശ്ലോകമാണ്. 8ാമത്തെ ശ്ലോകത്തിൽ ഒരു ജീവൻ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്, എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. 8ാമത്തെ ശ്ലോകം: ശരീരം യഥവാപ്നോതി യച്ഛാഭിക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയായ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിനു ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശരീരം യഥവാപ്നോതി യച്ഛാഭ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. ഭാവാർത്ഥം: ദിവ്യപൂജ്യ ശ്രീ ശ്രീമതേസി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ ശ്രീല പ്രഭുപാദർ കി ജയ്. ഇവിടെ ജീവാത്മാവിനെ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വശരീരത്തെ നിയന്ത്രിക്കുന്നു എന്നതിനാലാണ്. തനിക്കിഷ്ടമാണെങ്കിൽ ജീവാത്മാവിന് മേന്മ കൂടിയ ഒരു ശരീരം സ്വീകരിക്കുക, അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ളതെടുക്കാം. അതിനു സ്വാതന്ത്ര്യമുണ്ട്. ശരീരത്തിന് വരാവുന്ന മാറ്റം ജീവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മരണസമയത്ത് താൻ സ്വയം വളർത്തിയെടുത്ത ബോധമാണ് ഇനി എടുക്കാൻ പോകുന്ന ദേഹമെന്തെന്ന് തീരുമാനിക്കുന്നത്. തന്റെ ബോധത്തെ ഒരു പൂച്ചയുടെയോ പട്ടിയുടെയോ മട്ടിലാണ് അയാൾ ആക്കി തീർക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരം ഒരു ഉടലാണ് കിട്ടുക. അയാൾ തന്റെ ബോധത്തെ ദൈവിക കാര്യങ്ങളിലാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് കൈവരുന്നത് ദേവരൂപമായിരിക്കും. കൃഷ്ണാബോധം വളർത്തിപ്പോന്ന ഒരാൾക്ക് ആധ്യാത്മിക ലോകത്തിലുള്ള കൃഷ്ണലോകം പ്രാപിച്ച് ഭഗവാന്റെ സഹചാരിയാവാം. ദേഹനാശത്തോടെ എല്ലാം തീർന്നു എന്നത് പൊള്ളയായ അവകാശവാദമാണ്. ഓരോ വ്യക്തിഗത ആത്മാവും ഒരു ദേഹം വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നു. ഈ ജന്മത്തിലെ ശരീരവും അതു ചെയ്ത കർമ്മങ്ങളുമാണ് അടുത്ത ജന്മത്തിലെ ശരീരാകൃതി എന്തെന്ന് നിർണയിക്കുന്നത്. കർമ്മങ്ങൾക്കനുസരിച്ച് ശരീരങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. സമയമാകുമ്പോൾ ഈ ശരീരം വിട്ടുപോയേ മതിയാവും. വരും പിറപ്പിലെ ശരീര
ഉൾക്കൊള്ളുന്ന സൂക്ഷ്മദേഹം അന്ന് പുതിയൊരാകൃതി എടുക്കുന്നു എന്നിവിടെ പറയുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഈ ശരീരമാറ്റത്തെയും ഓരോ പിറവിയിലും അനുഭവിക്കുന്ന ക്ലേശങ്ങളെയും ഉദ്ദേശിച്ചാണ് കർഷതി നിലനിൽപ്പിനു വേണ്ടിയുള്ള പ്രയത്നം എന്ന് വിശേഷിപ്പിച്ചത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ആര്യമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഈ പ്രകൃതിയിൽ ജീവൻ കഷ്ടപ്പെടുകയാണ്. പ്രകൃതി സ്ഥാനി കർഷതി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗതിക പ്രകൃതിയിൽ ജീവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ദുരിതങ്ങൾ അനുഭവിക്കുന്നു. എന്താണ് ഈ ദുരിതം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. എന്താണ് ദുരിതം? ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. ഇതാണ് ജീവാത്മാവിന്റെ ദുഃഖം. അല്ല, ജീവാത്മാവ് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇവിടെ സാധിക്കുന്നില്ല. ജീവാത്മാവിന് ശരീരങ്ങള്, ഈ പ്രകൃതി മാറി മാറി എടുക്കേണ്ടി വരും. സ്ഥിരമായിട്ടൊരു ശരീരം ഇവിടെ ഇല്ല. മാത്രമല്ല, ഓരോ ശരീരത്തിലും വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ജനനം, മരണം, രോഗവാർദ്ധക്യം, അതേപോലെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ എല്ലാ ശരീരത്തിലും ആ ജീവന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഭൗതിക പ്രകൃതിയിൽ ശരീരം സ്വീകരിച്ചാൽ തന്നെ ദുഃഖമാണ് കർഷതി എന്ന് പറയും. മാത്രമല്ല, ഈ ഒരു ശ്ലോകത്തിൽ എങ്ങനെയാണ് ശരീരം മാറുന്നത്, അതിന്റെ ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. ദേഹാന്തരപ്രാപ്തി, ശരീരം മാറിയെടുക്കുന്നതിനെയാണ് ദേഹാന്തരപ്രാപ്തി എന്ന് പറയുന്നത്. ഒരു ജീവാത്മാവും മരിക്കുന്നില്ല, അത് ശരീരം മാറി മാറി എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ 2ാമത്തെ അധ്യായത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അല്ലെ, ദേഹിനോസ്മി യഥാദേഹേ കൗമാരം യവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി. ഒരു ജീവന് ഈ ജന്മത്തിൽ തന്നെ ശരീരം മാറി മാറി വരും. അല്ല, ജനിക്കുന്ന ആ സമയത്തുള്ള ശരീരമല്ല, കുറച്ചു കഴിയുമ്പോൾ യൗവനം, കൗമാരപ്രായം, പിന്നെ യൗവനമാകുമ്പോൾ ശരീരം മാറും. അതേപോലെ വാർദ്ധക്യമാകുമ്പോൾ ശരീരം മാറും. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ജീവാത്മാവ് മാറുന്നില്ല. ഇനി ശരീരം പൂർണ്ണമായിട്ട് മാറും. മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ശരീരം പൂർണ്ണമായിട്ട് മാറി തഥാ ദേഹാന്തരപ്രാപ്തി. അപ്പോഴും ജീവനൊന്നും സംഭവിക്കുന്നില്ല. ജീവൻ വേറൊരു ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ശരീരം ഏതു തരത്തിലുള്ള ശരീരമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയ. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ശരീരത്തിൽ നിന്നും ജീവാത്മാവിനെ മറ്റൊരു ശരീരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാനദണ്ഡം? ഏതു തരത്തിലുള്ള ശരീരത്തിലേക്കാണ് പോകുന്നത്? വായുർഗന്ധാനി വാശയ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വായു ഗന്ധത്തെ കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മുടെ അടുത്ത ശരീരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഏത് തരത്തിലുള്ള സങ്കല്പമാണോ നമ്മൾക്ക് ഈ ജന്മത്തിൽ രൂപം കൊണ്ടത്, അതിനനുസരിച്ചുള്ള ഒരു ശരീരമാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മുടെ സങ്കല്പങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ശരീരം രൂപം കൊള്ളുന്നത്. അതിന് ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മൾ മൃഗീയമായിട്ടുള്ള സങ്കല്പത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അടുത്ത ശരീരം നമുക്ക് മൃഗങ്ങളുടെ ശരീരമായിരിക്കും ലഭിക്കുക. അതെ, മൃഗങ്ങളുടെ ശരീരം സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൃഗങ്ങൾക്ക് 4 കാര്യങ്ങളെ കുറിച്ച് ചിന്തയുള്ളൂ. ആഹാരം കഴിക്കുക, എവിടെയെങ്കിലും കിടന്നുറങ്ങുക, പിന്നീട് ശരീരം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, വീട്, കൂട്, കുടുംബം, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക. അതേപോലെ മൈഥുനം, സ്ത്രീ പുരുഷ ബന്ധം ചെയ്യുക. ഈ 4 ചിന്ത മാത്രമേ ഒരു മൃഗത്തിനുള്ളൂ. ഇതിന് ഏതൊരു മൃഗത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ മൃഗം പോകുന്നുണ്ടാവുക. മനുഷ്യനും ഇതേ 4 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് മൃഗീയമായിട്ടുള്ള ചിന്താഗതി, മൃഗീയമായിട്ടുള്ള സങ്കല്പമാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. സാമാന്യമേതം പശുബി നരാണം. മനുഷ്യനും മൃഗങ്ങൾക്ക് ഇത് കോമണാണ്. ഇത് മാത്രം ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അടുത്ത ശരീരം കിട്ടുന്നത് മൃഗത്തിന്റെ ശരീരമായിരിക്കും. കാരണം മൃഗീയമായിട്ടുള്ള സങ്കല്പത്തിലാണ് മരിക്കുന്നത്.
ഇനി ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദേവന്റെ ശരീരം കിട്ടും. പൂർണ്ണമായിട്ടും ഭക്തി മാത്രം ചെയ്യുകയാണെങ്കിൽ ഭഗവാനെ സേവിക്കാനുള്ള ആത്മീയ ലോകത്തിലുള്ള ആത്മീയ ശരീരം കിട്ടും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരം നമ്മുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു ശാസ്ത്രമാണ്, ദേഹാന്തര പ്രാപ്തിയുടെ ശാസ്ത്രമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി അതിൽ തന്നെ കൂടുതൽ വ്യക്തമായിട്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. 84 ലക്ഷം തരത്തിലുള്ള ശരീരം ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് പറയുന്നത്, പത്മപുരാണത്തിൽ പറയുന്നത്. അപ്പൊ എങ്ങനെ ഇത് വ്യത്യസ്തമായിട്ടുള്ള ശരീരമായി? ഓരോ ശരീരത്തിലും ഓരോ ഇന്ദ്രിയങ്ങളാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഓരോ ശരീരത്തിലെയും ഇന്ദ്രിയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഒരു പക്ഷിയുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല മനുഷ്യന്റെ ശരീരത്തിൽ. ഇനി വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ ഇന്ദ്രിയങ്ങൾ വേറെ തരത്തിലാണ്. ഓരോന്നിനും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വ്യത്യാസമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. 9ാമത്തെ ശ്ലോകം. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവതേ. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 9ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രോത്രം ചക്ഷുസ്പർശനം ചാരസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവസത്ത തന്റെ ബോധത്തിൽ പൂച്ചയ്ക്കോ നായയ്ക്കോ അനുയോജ്യമായ സ്വഭാവ വിശേഷങ്ങളെ കൂട്ടിക്കലർത്തുന്നുവെങ്കിൽ വരുന്ന ജന്മത്തിൽ പൂച്ചയുടെയോ നായയുടെയോ ശരീരമായിരിക്കും കിട്ടുന്നത്. അതിനെ ആസ്വദിക്കുകയും ചെയ്യും. അവബോധം സ്വതേ വെള്ളം പോലെ വിശുദ്ധമാണ്. എന്നാൽ ഏതെങ്കിലും നിറം ചേർത്താൽ വെള്ളം പോലെ ആ നിറത്തിലാകുന്നു. അങ്ങനെ തന്നെ ജീവാത്മാവ് വിശുദ്ധമാകയാൽ അവബോധവും വിശുദ്ധമായിരിക്കും. ഭൗതിക ഗുണങ്ങളുടെ സമ്പർക്കത്താലാണ് അവബോധത്തിന് മാറ്റം വരുന്നത്. യഥാർത്ഥ ബോധം കൃഷ്ണാവബോധമാണ്. കൃഷ്ണാവബോധസ്ഥനായ ഭക്തന്റെ ജീവിതം വിശുദ്ധമാണ്. ഏതെങ്കിലും ഭൗതിക ചിന്തകൾ കൊണ്ട് അവബോധം കലുഷിതമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിനനുസൃതമായ ശരീരമാണ് കിട്ടുക. മനുഷ്യ ശരീരം തന്നെയാകണം എന്നില്ല. പൂച്ചയോ നായയോ പന്നിയോ ദേവതയോ അല്ലെങ്കിൽ 84 ലക്ഷം വിധത്തിലുള്ള ജീവികളിൽ ഏതെങ്കിലും ഒന്നോ ആയി പിറന്നേക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സിന്ധു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഈ ശ്ലോകത്തിൽ കൂടുതൽ വ്യക്തമായിട്ട് ദേഹാന്തര പ്രാപ്തിയെ കുറിച്ച് പറയുന്നു. ജീവന്റെ ദേഹ പരിണാമം, നമ്മൾ പരിണാമത്തെ കുറിച്ച്, ജീവപരിണാമത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജീവൻ ഒരിക്കലും പരിണമിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ജീവൻ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ജീവൻ നിത്യമായിട്ട് നിൽക്കുകയാണ്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരം. ജീവൻ എന്താണ്? നിത്യമാണ്. അതിന് എത്ര ശരീരം മാറ്റം സംഭവിച്ചു കഴിഞ്ഞാലും ജീവൻ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സനാതനമാണ് ജീവൻ, അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ പരിണാമം സംഭവിക്കുന്നത് ജീവനല്ല, അതിന്റെ ശരീരത്തിനാണ് പരിണാമം സംഭവിക്കുന്നത്. മാറ്റം സംഭവിക്കുന്നത് എന്തിനാണ്? ശരീരത്തിനാണ്. വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളാണ് അത് സ്വീകരിക്കുന്നത്. എല്ലാ ശരീരത്തിനകത്തിരിക്കുന്ന ജീവനും എങ്ങനെയുണ്ടാവും? ഒരേപോലെ തന്നെ. എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ശരീരം, എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ആത്മാവ് ഒരേപോലെ തന്നെ ഉണ്ടാവും. അതാണ് പണ്ഡിത സമദർശിന എന്ന് ഭഗവാൻ പറഞ്ഞത്. യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് മനസ്സിലാവും എന്താണ് ബ്രാഹ്മണ ഗവിഹസ്തിനി ശുനിച്ചൈവ ശുഭാകേച്ച പണ്ഡിത സമദർശിന. ഒരു ആനയ്ക്കകത്തും ഒരു പട്ടിക്കകത്തും ഒരു പശുവിനകത്തും ബ്രാഹ്മണന്റെ അകത്തും ചണ്ടാലന്റെ അകത്തും എല്ലാം
ഒരേപോലെയുള്ള ജീവാത്മാവിനെ കാണുന്നവനാണ് പണ്ഡിതൻ. അവരിലെല്ലാവരിലും ജീവാത്മാവ് ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. ശരീരം മാറിക്കഴിഞ്ഞാലും ജീവന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ കിട്ടുന്നത്? നമ്മൾ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ജീവികളെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യത്യസ്ത ജീവികൾക്കൊക്കെ അവരുടെ ഇന്ദ്രിയങ്ങൾ വ്യത്യസ്തമായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്ത രീതിയിലാണ് അവ ഉപയോഗിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ കഴിവുകളും വ്യത്യസ്തമാണ്. ചില ജീവിയിൽ ചില ഇന്ദ്രിയങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കും. ചില ജീവികളിൽ ചില ഇന്ദ്രിയങ്ങള് കുറവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? ഓരോ ജീവിക്കും വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, വ്യത്യസ്ത നിലവാരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ രൂപം കൊള്ളാനുള്ളതിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവതേ. വിഷയാൻ ഉപസേവതേ, അതാണ് അതിന്റെ അടിസ്ഥാനം. ഒരു വ്യക്തി എത്രത്തോളം ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ഏത് വിഷയത്തിനെ കുറിച്ചാണോ കൂടുതൽ ആ വ്യക്തി സങ്കല്പിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്, ആ വിഷയം കൂടുതൽ ആസ്വദിക്കുന്നതിന് ആസ്വദിക്കാൻ ഉതകുന്ന ഒരു ശരീരമാണ് അടുത്ത ജന്മത്തിൽ ആ ജീവാത്മാവിന് കിട്ടുന്നത്. നമ്മൾ ഏത് വിഷയത്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, ആ വിഷയം കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്. ഇത് 2ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്ലേഷു ഉപജായത എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം. നമ്മൾ ഏത് വിഷയത്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, ഏത് വിഷയത്തിലാണോ കൂടുതൽ ആഗ്രഹമുള്ളത്, അത് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള ഇന്ദ്രിയങ്ങളായിരിക്കും ആ ശരീരത്തിൽ രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത ജീവജാലങ്ങളിൽ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ പറയുന്നു ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേ. ചില ജീവികളിൽ ശ്രോത്രമായിരിക്കും, കേൾവിശക്തി, അവർ കേൾക്കുന്നതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. അത് കേൾക്കണം, ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ. ചില ജീവികളിൽ കേൾവിശക്തി വളരെ കൂടുതലാണ്. ഈ വവ്വാല് നമ്മൾ കണ്ടിട്ടുണ്ട്, തലകീഴായി കിടക്കുന്ന വവ്വാല്, അതിനൊക്കെ കേൾവിശക്തിയാണ് കൂടുതൽ. ശബ്ദം കൊണ്ടാണ് അത് ഇരപിടിക്കുന്നത്. അപ്പൊ അതിന്റെ വികസിച്ചിട്ടുള്ള ഇന്ദ്രിയം ഏതാണ്? അത് ശ്രോത്രമാണ്, ചെവിയാണ്. ശബ്ദം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അത് വിചാരിച്ചത്. അതുകൊണ്ട് അതിന്റെ ചെവി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. കൂടുതൽ മൈന്യൂട്ട് ആയിട്ടുള്ള ശബ്ദം അതിന് കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ ഇരപിടിക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ജീവികളൊക്കെ ശബ്ദം ഉപയോഗിച്ചാണ് ജീവി പിടിക്കുന്നത്. ഇനി ചില ജീവികളിൽ നാക്കായിരിക്കും കൂടുതൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകും. അല്ലെ, ഓന്ത് പോലെയുള്ള ജീവികളൊക്കെ നാക്കുകൊണ്ട് ഇരപിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നീണ്ട നാക്കാണ്. ഇനി ചില ജീവികളില് ഘ്രാണശക്തി, മണക്കാനുള്ള കഴിവാണ് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ വികസിച്ചിട്ടുള്ളത്. ചില സ്രാവുകൾക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചില സ്രാവുകൾക്കൊക്കെ ഈ സമുദ്രത്തിൽ, വെള്ളത്തിൽ കുറച്ച് രക്തമോ അല്ലെങ്കിൽ മാംസമോ ഒക്കെ വീണ് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ദൂരത്തു നിന്നും അതിന്റെ ഗന്ധം കിട്ടും. കാരണം അതിന്റെ ആ മൂക്ക്, അതിന്റെ ഘ്രാണശക്തി അത്രയും കൂടുതലാണ്. അപ്പൊ കിലോമീറ്ററുകൾ ദൂരത്തു നിന്നും ആ മണം പിടിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് വരും. ഒരു മനുഷ്യൻ മുറിവേറ്റ് വീണ് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ദൂരത്തു നിന്നും ചില സ്രാവുകൾ വരും. വെള്ള സ്രാവുകൾ, വൈറ്റ് ഷാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചില സ്രാവുകൾ. അപ്പൊ അതിന്റെ ഘ്രാണശക്തി ഏറ്റവും കൂടുതലാണ്. അതിന്റെ ഘ്രാണശക്തിയാണ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയ വിഷയം, ഏത് ഇന്ദ്രിയ വിഷയമാണ് കൂടുതൽ ആസ്വദിക്കണം എന്ന ഒരു ജീവിക്ക് ആഗ്രഹമുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരമാണ് അടുത്ത ജന്മത്തിൽ അതിന് ലഭിക്കുന്നത്. നമ്മളെ ഓരോ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കും തോറും നമ്മൾക്ക് അവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ശരീരം നമ്മൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു സ്കെച്ച് ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു സൂക്ഷ്മ രൂപം
ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനഃഛായ വിഷയാൻ ഉപസേവത. മനസ്സിൽ ഏത് വിഷയത്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഒരു ശരീരം കിട്ടും. അല്ലെ, ഒരു മത്സ്യം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് കൂടുതലുള്ളതെങ്കിൽ, മരിക്കുന്ന സമയത്തുള്ളതെങ്കിൽ മത്സ്യം എളുപ്പത്തിൽ പിടിച്ച് കഴിക്കാനുള്ള ഒരു ശരീരം കിട്ടും. പൊന്മാനായിട്ടോ കൊക്കായിട്ടോ ഒക്കെയുള്ള ശരീരം കിട്ടും. അതൊക്കെ നമ്മളെ പോലെയുള്ള ജീവാത്മാക്കൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ മറ്റു ജീവിയുടെ രക്തം കുടിക്കണം, മാംസം കഴിക്കണം, പച്ച മാംസം കഴിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അത് ശരീരം വെടിയുന്നതെങ്കിൽ അതിന് ആ ജീവിക്ക് അടുത്ത ജന്മത്തിൽ പല്ലും നഖമൊക്കെ ഉണ്ടാവും. അല്ലെ, ഒരു ജീവിയെ കടിച്ചു മുറിക്കാനുള്ള പല്ലും കൂർത്ത പല്ലും ആ നഖങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെയുള്ള ഒരു ശരീരം പ്രകൃതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സച്ചരാചര. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, ഇദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഒരു ശരീരം പ്രകൃതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപത്തി. അദ്ദേഹത്തിന്റെ കർമ്മം അനുസരിച്ചും വാസനകൾ അനുസരിച്ചും ആഗ്രഹം അനുസരിച്ചും ഒരു പുതിയ ശരീരം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രകൃതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. യാദൃച്ഛികമായിട്ടല്ല ഒന്നും ഒരു ശരീരം കിട്ടുന്നത്. നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ഫലമായിട്ടാണ്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ്. എല്ലാം ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ നിരീക്ഷിക്കപ്പെടുന്നത്. ആരാണ് നിരീക്ഷിക്കുന്നത്? ഭഗവാൻ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അല്ലെ, ഭഗവാൻ പറയുന്നു ഗതിർ ഭർത്ത പ്രഭു സാക്ഷി. സാക്ഷിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയോ ചീത്ത പ്രവൃത്തിയോ ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല. നല്ല പ്രവൃത്തിക്ക് നല്ല ഫലം ഉണ്ടാവും, ചീത്ത പ്രവൃത്തികൾക്ക് ചീത്ത ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നും യാദർശികമായിട്ട് സംഭവിക്കുന്നതല്ല എന്ന് പറയുന്നത്. ഇതൊരു സയൻസ് ആണ്, ഇതൊരു ശാസ്ത്രമാണ്. അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഈ ഒരു ശാസ്ത്രം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആരാണോ ഗുരുപരമ്പരയിൽ നിന്നും ജ്ഞാനം സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് മാത്രമാണ് ഇത് വെളിപ്പെട്ട് കിട്ടുന്നത്. കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ വിശ്വാസം വന്നു എന്ന് വരില്ല. ഇത് നമ്മൾ ഗുരുപരമ്പരയിലൂടെ മനസ്സിലാക്കേണ്ടതാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഉത്ക്രാമന്തം സ്ഥിതം വാ വിജ്ഞാനം വാ ഗുണാനിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാന ചക്ഷുഷ. ആർക്കാണോ അങ്ങനെ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് ജ്ഞാനം ലഭിച്ചിട്ടുള്ളത് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അതിന്റെ ഭാവാർത്ഥം വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളാം. ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോട്ടെ. ശ്ലോകം നമ്പർ 10. ഉത്ക്രാമന്തം സ്ഥിതം വാ ഭുഞ്ചാനം വാ ഗുണാനിദം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാന ചക്ഷുഷഃ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പറ്റ് ബൈ ശ്രീല A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്ക് അറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. ജ്ഞാനചക്ഷുഷ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു ജീവൻ തന്റെ ശരീരം വിട്ടുപോകുന്നത് എങ്ങനെയെന്നോ വരും പിറപ്പിൽ ഏതൊരാകൃതിയിൽ ജനിക്കുമെന്നോ എന്തുകൊണ്ടാണ് ഇന്നത്തെ ശരീരത്തിൽ ജീവിക്കാൻ ഇടയായതെന്നോ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് അറിയാൻ കഴിയില്ല. ഭഗവത്ഗീതയും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ച വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ മഹത്തായ ജ്ഞാനം ഇതിനാവശ്യമാണ്. ഇതെല്ലാം കണ്ടറിയാൻ ശീലിച്ചവർ ഭാഗ്യവാന്മാർ തന്നെ. ഓരോ ജീവനും പ്രത്യേകം ചില പരിതസ്ഥിതികളിൽ ദേഹം ത്യജിക്കുന്നു, ചില പരിതസ്ഥിതികളിൽ ജീവിക്കുന്നു. പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ചില പരിതസ്ഥിതികളിൽ സുഖിക്കുന്നു. ഫലമോ ഇന്ദ്രിയ ഭോഗങ്ങളെന്ന വ്യാമോഹത്തോടെ നാനാവിധ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രം. എന്നെന്നും കാമലോഭങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് തങ്ങളുടെ ശരീരങ്ങൾ മാറുന്നു എന്നതോ ഒരു പ്രത്യേക ശരീരത്തിൽ ജീവിക്കുന്നു എന്നത് തന്നെയോ അറിയാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു.
അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിവില്ല. ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്കാകട്ടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവെന്നും അത് ശരീരങ്ങൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുമെന്നും പലതരത്തിൽ ആസ്വദിക്കുന്നുവെന്നും കണ്ടറിയാം. ബദ്ധനായ ജീവസത്തയ്ക്ക് ഭൗതികമായ അസ്തിത്വത്തിൽ എത്രമാത്രം ക്ലേശം അനുഭവപ്പെടുന്നുവെന്ന് അത്തരമൊരു ജ്ഞാനിക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് കൃഷ്ണാവബോധം പൂർണ്ണമായി വികസിപ്പിച്ചവർ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നത്. എത്ര ക്ലേശകരമാണ് ഈ ബദ്ധമായ ജീവിതം! ജനങ്ങൾ അതുപേക്ഷിച്ചു പോന്ന് കൃഷ്ണാവബോധം വളർത്തുകയും ആധ്യാത്മിക ലോകം പോകാൻ വേണ്ടി സ്വയം മുക്തനാവുകയും വേണം. ഹരേ കൃഷ്ണ. പ്രഭുയുടെ നാമം. താങ്ക് യു ലത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു ശാസ്ത്രം ഒരു ജീവന്റെ ദേഹാന്തര പ്രാപ്തി, അടുത്ത ശരീരം എങ്ങനെയാണ് എടുക്കുന്നത്, അതേപോലെ ശരീരത്തിന്റെ രൂപപരിണാമം, വ്യത്യസ്ത രൂപത്തിലുള്ള ശരീരങ്ങൾ എങ്ങനെയാണ് ഒരു ജീവന് കിട്ടുന്നത്, ഈ ഒരു ശാസ്ത്രം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വിമൂഢ നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്നും ഈ ജ്ഞാനം സ്വീകരിക്കണം. നേരത്തെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ആധ്യാത്മിക ശാസ്ത്രം നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കണം. 4-ാമത്തെ അധ്യായത്തിൽ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശന. ആത്മീയമായിട്ടുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഗുരുവിനെ സേവിക്കണം. ഗുരുവിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ ജ്ഞാനം, നമുക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെ ആ ജ്ഞാനം ലഭിക്കാൻ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ കാലത്ത് അധികം പേരും ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഭാഗ്യമില്ലാത്തത് കൊണ്ട് അധികം ആളുകൾക്കും, ഭൂരിപക്ഷം ആളുകൾക്കും ഈ ജ്ഞാനമില്ല കലിയുഗത്തിൽ. വിമൂഢന്മാരായ, അതുകൊണ്ട് ഈ കലിയുഗത്തിലുള്ള അധികം ആളുകളും എന്ത് തന്നെയാണ്? വിമൂഢന്മാരായിട്ട് ജീവിക്കുക. വിമൂഢാനാണ് പശ്യന്തി. അടുത്ത ജന്മത്തിനെ കുറിച്ച് അവർക്ക് വിശ്വാസമില്ല. അടുത്ത ജന്മം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം അറിയുന്നില്ല. അവരെയാണ് ഭഗവാൻ ഇവിടെ വിമൂഢൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, അല്ലെങ്കിൽ അധ്യാപകന്മാര്, ഇവർക്കൊന്നും അടുത്ത ജന്മത്തിനെ കുറിച്ച് അറിയുന്നില്ല. അവര് പഠിക്കുന്നുമില്ല, അവര് പഠിപ്പിക്കുന്നില്ല. അവരൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്, വിമൂഢന്മാരാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ സമൂഹത്തിനെ മുഴുവൻ നയിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഭൂരിഭാഗവും ഈ ഒരു നോളജ് ഇല്ല, ഈ ഒരു ജ്ഞാനമില്ല. പശ്യന്തി ജ്ഞാനചക്ഷുഷ. ആത്മീയ ഗുരുവിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ചവർക്കാണ് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭൂജ്ഞാനം വാ ഗുണാന്വിതം. ഒരു ജീവൻ എങ്ങനെയാണ് ശരീരം ത്യജിക്കുന്നത്, എങ്ങനെയാണ് അടുത്ത ശരീരം സ്വീകരിക്കുന്നത്, ഇതെല്ലാം ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സത്വരജസ്തമോ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ള ശാസ്ത്രം ഇവർക്ക് അറിയുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ചില ആളുകള് അടുത്ത ജന്മത്തിൽ വിശ്വസിക്കും, ചില ആളുകൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് അടുത്ത ശരീരം കിട്ടുന്നതിന്റെ ശാസ്ത്രത്തിനെ കുറിച്ച് അവർ അറിയുന്നില്ല. അവർ വിചാരിക്കുന്നു മനുഷ്യന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നേരെ വൈകുണ്ഠത്തിലേക്ക് പോകും, വൈകുണ്ഠ പ്രാപ്തി ലഭിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് സ്വർഗത്തിലേക്ക് പോകും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതും വിമൂഢന്മാരാണ്, കാരണം അവർക്ക് ആ ശാസ്ത്രം അറിയുന്നില്ല. തമോഗുണത്തിൽ ജീവിക്കുന്ന ആളുകൾ വരെ വിചാരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. പക്ഷെ തമോഗുണത്തിലുള്ള ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്? അവര് താഴോട്ടാണ് പോകുന്നത്. അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട്, തമസി പ്രളയം ഗത്ത മൂഢയോനിഷു ചായതേ. തമോഗുണത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മൂഢയോനിയായിട്ടാണ്, മൃഗങ്ങളായിട്ടാണ് ജനിക്കുക. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥോ അധോ ഗച്ഛന്തി താമസ. തമോഗുണത്തിലാണെങ്കിൽ താഴോട്ടാണ് പോകുന്നത്, ഒരിക്കലും സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്കല്ല പോകുന്നത്. ഇപ്പൊ തമോഗുണത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടും മാംസം കഴിക്കുക, അതേപോലെ മദ്യം കഴിക്കുക, ഇങ്ങനെയുള്ള തമോഗുണത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടും അവർ വിചാരിക്കുന്നത് അവർ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. അതും ശരിയായിട്ടുള്ള ശാസ്ത്രമല്ല. അവരും വിമൂഢന്മാരാണ്. ഭഗവാൻ പറയുന്നു
തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥ. നമ്മൾ ശാസ്ത്രം അനുസരിച്ച് വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. വെറുതെ നമ്മൾ ഊഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചവർ ഭാഗ്യമുള്ള ആളുകളാണ് ശീലപ്രഭാതര വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ജ്ഞാനം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ വലിയ ഭാഗ്യമുള്ള ആളുകളാണ്. സമൂഹത്തിൽ എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഭഗവാൻ പറയുന്നുണ്ട് 7-ാമത്തെ അധ്യായത്തിൽ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ. ഈ ജ്ഞാനം, ആത്മീയജ്ഞാനം എല്ലാവരും സ്വീകരിക്കുന്നില്ല. ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന സമയത്ത് 1-2 പേര് മാത്രമേ ആത്മീയജ്ഞാനത്തിൽ താല്പര്യമുള്ളവരുള്ളൂ. അങ്ങനെ ജ്ഞാനിയായിട്ടുള്ള ആളുകള് ഒരുപാട് ജന്മം കഴിയുന്ന സമയത്താണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അപ്പൊ ജ്ഞാനികൾ തന്നെ വളരെ കുറവാണ്, ഭക്തന്മാർ അതിൽ എത്രയോ കുറവായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് അവിടെ ശീലപ്രഭാതർ പറയുന്നത്. കാരണം ഇത് മനസ്സിലാക്കിയവർക്ക് അടുത്ത ജന്മത്തെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കും, അടുത്ത ജന്മത്തെ കുറിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും സാധിക്കും. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ പ്ലാൻ ചെയ്ത് ഭാവിയെ കുറിച്ച്, ഭാവിയിലെ ശ്രേയസിനെ കുറിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ സംസ്കാരമുള്ള മനുഷ്യന്മാർ. അല്ലാത്തവർക്ക് ഭാവിയെ കുറിച്ച് ഒന്നും അറിയാതെ അവര് മൃഗങ്ങൾ ചത്തുപോകുന്നത് പോലെ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അറിയാതെ അവരും ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെ വിരുമൂടന്മാരെന്ന് ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. നമ്മൾക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശീലപ്രഭാതരുടെ ആ ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നവർ, അത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരായിട്ടാണ് ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നത്. അപ്പം ആ ദേഹാന്തര പ്രാപ്തിയുടെ ശാസ്ത്രമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എങ്ങനെ ദേഹാന്തര പ്രാപ്തി നടക്കുന്നു, ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ എങ്ങനെയാണ് ഒരു ജീവൻ സ്വീകരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നൊക്കെയാണ് ഈ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 2 ശ്ലോകങ്ങളിൽ, ഈ 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. സതിമാതാജി പറഞ്ഞോളൂ. നമ്മളിപ്പോ പ്രഭു പറഞ്ഞല്ലോ, നമ്മള് ഇതിന് നമ്മുടെ ഭഗവാന്റെ അടുത്ത് സഹായിക്കാൻ വേണ്ടി നമ്മളൊരു ആത്മീയ